ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാക്ട് ആൻഡ് മീഡിയ അഗൈൻ. നമ്മളിപ്പോൾ തായ്ഫിലെ റോസ് ഗാർഡൻ കാണാൻ പോവുകയാണ്. നമുക്ക് വഴിയെ വീഡിയോ കാണാം. ഹായ്, ഞാൻ ഇൻട്രോ പറഞ്ഞതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഈ റോസ് ഗാർഡൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു. റോസ് ഗാർഡനിൽ റോസ് മാത്രമല്ല ഇപ്പം നിലവിലുള്ള, അവിടെ നമുക്ക് ലാവൻഡർ പൂത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതുകൂടെ കാണാൻ പറ്റും തായ്ഫിൽ. നമുക്കിപ്പം രണ്ടുപേരെ വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ. രണ്ടുപേര് നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അവരെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അന്യായ പോസ്റ്റാണ്, ഒരാൾക്ക് വേണ്ടി പോസ്റ്റ് അടിച്ച് ഇവിടെ നിൽക്കുവാണ്. വരുന്ന വഴിക്ക് ഞാൻ അവരെ കാണിച്ചു തരാം. നമ്മളെ പോസ്റ്റ് അടിപ്പിച്ച റിൻസി ചേച്ചിയൊക്കെ തണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇനി അടുത്ത ആൾ നമ്മൾ പോസ്റ്റ് അടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആളാണ്. ആ ആളിനെ എടുക്കാൻ വേണ്ടി നമ്മൾ അബ്ദുൽ അസീസ് ഹോസ്പിറ്റലിലോട്ട് കയറുന്ന എൻട്രിയാണ് ഈ കാണുന്നത്. ഇത് അബ്ദുൽ അസീസ് ഹോസ്പിറ്റലാണ്. നമ്മൾ അവരുടെ ലേഡീസ് ഹോസ്റ്റലിലോട്ടാണ് കയറി പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളെ ഞാൻ ലേഡീസ് ഹോസ്റ്റലിൽ ഇനിയും കാണിച്ചില്ല എന്ന് വേണ്ട. അതിനാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇതാണ് അബ്ദുൽ അസീസിൻ്റെ ലേഡീസ് ഹോസ്റ്റൽ. കണ്ടോളൂ ഗൈസ്. ഇനി ഇവിടെ നിന്ന് ആ രാജവീതിയിലൂടെ നടന്ന് ഇറങ്ങി വരുന്ന ആളാണ് ജോസ്ലിൻ സിസ്റ്റർ. പുള്ളിക്കാരത്തിയാണ് നമ്മൾ പോസ്റ്റ് കൊടുത്ത് നിർത്തിയ ആൾ. ആ ഇറങ്ങി വരുമ്പോൾ എന്നെ തെറി വിളിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് കളയുവാണേ. ഇനി നമ്മൾ അൽഹദയിലോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് റോസ് ഗാർഡനിലോട്ട് കയറുന്ന ആ എൻട്രിയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് നേരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആ കാണുന്ന കവാടമാണ് നമ്മുടെ റോസ് ഫാം അല്ലെങ്കിൽ റോസ് ഗാർഡൻ. നിങ്ങളിപ്പം വിചാരിക്കും റോസ് ഗാർഡനിൽ വന്നിട്ട് ഈ പുള്ളി എന്തുവാടെ ഈ കുറ്റിച്ചെടി കാണിക്കുന്നതെന്ന്. ഈ സംഭവമാണ് ഗൈസ് ലാവൻഡർ. ലാവൻഡറും ഈ റോസ് ഗാർഡനിൽ ഇപ്പോൾ പൂത്ത് നിൽക്കുന്നു എന്ന് കേട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ ഇലകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് റോസ്മേരി ആണ് എന്ന്. പക്ഷെ ഇത് റോസ്മേരി അല്ല, ലാവൻഡർ പൂവാണ്. ഇനി എനിക്കും അറിയത്തില്ല കേട്ടോ, ഇവരൊക്കെ പറയുന്നത് ഇത് ലാവൻഡർ പൂവാണെന്ന്. അതവിടെ പൂത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടത് കൊണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഇവിടം വരെ വന്നതും. സാധാരണ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെയാണല്ലോ ഈ സാധനം ഉണ്ടാകുന്നതെന്ന് നമ്മൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. രണ്ട് അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. റിൻസി ചേച്ചി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര ഷൂട്ടിങ്ങിലാണ്. വാവ്, അങ്ങ് അകലെ ആരാണ് അവിടെ കൂത്തിയിരിക്കുന്നത്? ഒന്ന് നോക്കിയാലോ. അവിടെ ഒരു സുഡാനിയാണോ ആയിരിക്കുന്നത്? അതെ, ഒരു സുഡാനി അവിടെ ഇരുന്ന് കിളയ്ക്കുകയാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ തൂമ്പായും കൊണ്ട് കളിക്കുമ്പോൾ ഇവർ കുത്തിയിരുന്നാണ് കളിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി. ഇത് ആ ഫാമിൻ്റെ നമ്മൾ ലാവൻഡർ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആണ് ആ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അനാറിൻ്റെ മരം. ഇനിയും റോസ് ഗാർഡനിൽ വന്നിട്ട് നിങ്ങളെ ഞാൻ അനാറ് കാണിച്ചില്ല എന്ന് പറയണ്ട. അനാറില്ലെങ്കിലും അനാറിൻ്റെ പൂക്കളുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളല്ലേ, പൂക്കൾ ഇവിടെ കണ്ടാലും നിന്ന് ഫോട്ടോ എടുക്കും. നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് മുമ്പോട്ട് പോയേക്കാം. അങ്ങനെ അവിടെ നിന്ന് മുമ്പോട്ട് നടന്നപ്പോഴാണ് ഈ ഇടത് വശത്ത് കാണുന്നതാണ് നമ്മുടെ അത്തിമരം അല്ലെങ്കിൽ അത്തിക്ക ഉണ്ടാകുന്ന മരം. അവിടെ നിന്ന് വലത്തോട്ട് നോക്കിയപ്പോൾ അവിടെ വയൽ പോലെ ഒരു കൃഷിയിടമാണ് കാണാൻ പറ്റിയത്. അതേപോലെ ഇടത്തോട്ട് നോക്കിയാൽ നമ്മൾ മുമ്പേ സുഡാനി കുത്തിയിരുന്ന് കിളയ്ക്കുന്ന കണ്ട ആ സ്ഥലമാണിത്. ഇവിടെ അലോവേരയാണ് മെയിനായിട്ട് കൃഷിയെന്ന് തോന്നുന്നു. അലോവേരയുടെ 2 തണ്ട് ചോദിച്ചപ്പോൾ അങ്ങേര് തരികയും ചെയ്തു. അങ്ങേർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ഈ കാണുന്ന ചെടി എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇതൊരു വള്ളിച്ചെടിയാണ്. ഇതിൽ ഒരു ഫ്രൂട്ട് ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ സീസൺ ആകുമ്പോൾ ഇത് മേടിച്ച് വൈനിടാറുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ നിങ്ങൾക്ക് ക്ലൂ തരും ഗൈസ്? നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഗൈസ് ഒരു തോട്ടത്തിനുള്ളിൽ നിന്ന് ഒരാൾ ഘോരഘോരയായി അറബിക്കിൽ എന്തൊക്കെയോ പ്രസംഗിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയത്. അതാണ് യഥാർത്ഥത്തിൽ റോസ് ഗാർഡൻ. കാരണം അവിടെയാണ് റോസച്ചെടികൾ മുഴുവൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും നോക്കി. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അവിടെ നിൽക്കുന്ന സകലമാന മനുഷ്യരും റോസപ്പൂക്കൾ പറിക്കുന്നുവെന്ന്. അതിനർത്ഥം അവർ റോസപ്പൂക്കൾ പറിക്കാൻ അനുവാദം കൊടുത്തു എന്നാണ്. ഈ കാണുന്ന നല്ല ഇതളുകളുള്ള റോസപ്പൂക്കൾ അറഞ്ചം പുറഞ്ചം എല്ലാവരും പറിച്ചു ഗൈസ്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് മൊട്ടുകൾ മാത്രമാണ് പിന്നെ അവശേഷിച്ചിരുന്നത്. അവിടെ നിന്നിരുന്ന 2 പൂക്കളുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ആൻഡ്രിയയും പറിച്ചു.
അവസാനം എൻ്റെ പെണ്ണുമ്പുള്ള ഞാൻ 2 പൂവേ പറിച്ചുള്ളൂ എന്ന് കയ്യിൽ കാണിച്ചു തന്നു. ഇനി അവരെങ്ങാനും തെറി വിളിച്ചാലോ? അവസാനം അവർ പറഞ്ഞു, ഖലാസ് ഇറങ്ങിക്കോളൂ, കാരണം അവരുടെ പൂക്കൾ മുഴുവൻ തീർന്നിരിക്കുന്നു. ഇനി നാളെ പൂക്കാനിരിക്കുന്ന മൊട്ടുകൾ കൂടെ നിങ്ങൾ പറിച്ചുകൊണ്ട് പോകല്ലേ എന്ന് അവർ യാചിച്ചു. പുറത്തിറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ പല നിറത്തിലും പല വെറൈറ്റി സൈസിലും ഉള്ള ചെടികളും പൂക്കളും നിൽക്കുന്നു. അതിങ്ങനെ ഷൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ഓടി വരുന്നു. പിന്നെയും ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് പ്രിസ്കില്ലയും ആൻഡ്രിയയുമാണല്ലോ അത് എന്ന് മനസ്സിലായത്. ഓടിത്തളർന്ന ആൻഡ്രിയയും പ്രിസ്കില്ലയും ആ കിളിക്കൂടിനുള്ളിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ കാണാൻ നല്ല ആംബിയൻസ് ആണ് കേട്ടോ, നമുക്ക് തെറ്റ് പറയാനില്ല. ഇവിടെ നല്ല രസമുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ലവ് ചിഹ്നം പോലെ ഉള്ള ഒരു ആർച്ചിൽ ബോഗൺവില്ല കയറ്റി വിട്ടേക്കുന്നു. വീണ്ടും അതാ നമ്മുടെ ശ്രീമതികൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ബോഗൺവില്ല ആയാലെന്ത്, റോസ് ആയാലെന്ത്, ഞങ്ങൾ പൂക്കൾ കണ്ടാൽ ഫോട്ടോ എടുക്കും. അങ്ങനെ മുമ്പോട്ട് നടന്നപ്പോഴാണ് ഗൈസ് അവിടെ ഒരു വാഴത്തൈ കണ്ടത്. അതും ഇരിക്കട്ടെ ഒന്ന് ഷൂട്ടിങ്ങിൽ, കാരണം വാഴയ്ക്കിപ്പം ഭയങ്കര പ്രശസ്തിയാണല്ലോ. വാഴയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഓടിച്ച് അങ്ങ് കാണിക്കാം, അല്ലെങ്കിൽ വലിച്ചു നീട്ടി നിങ്ങൾക്ക് ബോറടിച്ചാലോ. കണ്ടോ, ഇവിടെ ഹട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം അവിടെ പോയി ഇരുന്ന് നമുക്ക് ചായ കുടിക്കാമെന്നാണ്. ഈ ഫാം ഹൗസിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ വരുമാന മാർഗവും നട്ടെല്ലും ഈ കോഫി ഹൗസ് തന്നെയെന്ന് ഞാൻ നിരൂപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവിടെ നിന്ന് കോഫി മേടിച്ച് വെളിയിലിരുന്ന് നമുക്ക് ആസ്വദിച്ച് ടീ കുടിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പിന്നെ റോസ് ഗാർഡൻ എന്നൊരു പേരുള്ളത് കൊണ്ടായിരിക്കാം ഈ ഭാഗങ്ങളിൽ മുഴുവനും പൂക്കൾ ആണ് ഇവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ചെറിയ ടെൻറ്റുകൾ കണ്ടല്ലോ, ഈ ടെൻറ്റുകൾക്ക് അങ്ങേ കോണിക്ക് ഇവർ പ്ലാന്റുകൾ വിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഇത് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല സൈറ്റാണിവിടെ. നിങ്ങൾക്ക് വരുന്നവർക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയൊരു സ്ഥലമാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിത് കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വേണ്ടായോ? ലൊക്കേഷൻ വേണ്ടിയവർ പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.